ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നിന്നും എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോകളാണ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതെന്ന്. മോണിറ്റൈസ് ചെയ്യുന്നതിന്റെ ആവശ്യകത, നമ്മളുടെ യൂട്യൂബ് ചാനൽ ഗൂഗിൾ ആഡ്സനുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ മോണിറ്റൈസ് ചെയ്ത യൂട്യൂബ് ചാനലിൽ മാത്രമേ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സനുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുക, അതിനുശേഷം ഗൂഗിൾ ആഡ്സനുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും മോണിറ്റൈസ് ചെയ്യണം. ആദ്യം ചാനൽ മോണിറ്റൈസ് ആണെങ്കിൽ മാത്രമേ ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മൈ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. മൈ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിതിൽ അധികം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, 2 വീഡിയോകൾ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ യൂട്യൂബിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കാനായിട്ട് ഈ വീഡിയോ മാനേജർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ നിന്നും നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യൂട്യൂബിന്റെ എല്ലാ സെറ്റിംഗ്സും ഉള്ളത് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നാണ്. എല്ലാ സെറ്റിംഗ്സും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് യൂട്യൂബിന്റെ. ഞാനിവിടെ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ എങ്ങനെ വെരിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് പഠിച്ചിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, യൂട്യൂബ് ചാനൽ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇവിടെ എനേബിൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് എലിജിബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ എനേബിൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഗൂഗിൾ ആഡ്സനുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിളിന്റെ, അതായത് ഗൂഗിൾ ആഡ്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മൊത്തം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പാതി വഴിക്ക് നിങ്ങളുടെ ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ടെർമിനേറ്റ് ആയി പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇന്ത്യയിൽ ഗൂഗിൾ ആഡ്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ചില ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് ഓപ്പൺ ആക്കി വായിച്ചു നോക്കണം. ഇവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഞാൻ വീണ്ടും വീഡിയോ മാനേജർ എന്ന് ഓപ്പൺ ആക്കിയാണ്. വീഡിയോ മാനേജർ ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് അല്ല, മോണിറ്റൈസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇതിൽ എത്ര വ്യൂ ഉണ്ട്, അതേപോലെ ഇത് പബ്ലിക് ആണോ അതോ പ്രൈവറ്റ് ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ മോണിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡോളറിന്റെ ചിഹ്നം കൂടെ വരുന്നതാണ്. നമുക്ക് മോണിറ്റൈസ് ചെയ്യാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും പഴയ പേജ് ഓപ്പൺ ആക്കിയാണ്. ഞാനിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൂഗിളിന്റെ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ഈ 4 ബോക്സും ടിക്ക് ചെയ്തു. അതിനുശേഷം എവിടെ നിന്നും അക്സെപ്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനേബിൾ യുവർ അക്കൗണ്ട് ഫോർ മോണിറ്റൈസേഷൻ. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സൺ സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നും ഡയറക്റ്റ് സെറ്റപ്പ് ആഡ്സൺ അക്കൗണ്ട് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്നുമാണ് നമ്മൾ ഗൂഗിൾ ആഡ്സൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് അടുത്ത വീഡിയോയിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നമുക്കിനി നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഞാനിവിടെ വീഡിയോ മാനേജർ വീണ്ടും ഓപ്പൺ ആക്കിയാണ്. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഡോളറിന്റെ ചിഹ്നം ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. 2 വീഡിയോയുടെയും അടുത്തായിട്ട് ഒരു ഡോളറിന്റെ ചിഹ്നം വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ ആ ഡോളറിന്റെ ചിഹ്നത്തിൽ പ്രസ് ചെയ്യാണ്. ഡോളറിന്റെ ചിഹ്നത്തിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടു ഏൺ മണി ഫ്രം യുവർ വീഡിയോസ് യു നീഡ് ആൻ ആഡ്സൺ അക്കൗണ്ട്, സെറ്റപ്പ് ആഡ്സൺ അക്കൗണ്ട്. അതായത് ഒരു ആഡ്സൺ അക്കൗണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോകളിൽ നിന്നും പണം സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാനിത് പല വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്യാൻ കാരണം ഇതിൽ ഡൗട്ട്സ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടക്കത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെ കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് ഞാനിത് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ചാനൽ മോണിറ്റൈസ് ചെയ്ത് കാണുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ആഡ്സിന് വേണ്ടി അപ്രൂവലിന് വേണ്ടി എങ്ങനെ റിക്വസ്റ്റ് അയക്കാൻ സാധിക്കുമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കാരണം ഇതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ
യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ അവർക്ക് പലർക്കും അറിയത്തില്ല യൂട്യൂബിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം. അവർക്കൊക്കെ ഇത് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ നല്ല വീഡിയോകൾ ഉണ്ടാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളുടെ ഇടയിലുണ്ട്. അവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് ആഡ്സൺ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ആഡ്സണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.